ഈ ജില്ലയിൽ അത്യാവശ്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം, വളരെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അച്ചടിച്ച ഭാഷയിലൊന്നും താഴെ തട്ടി സംസാരിക്കാൻ നോക്കില്ല. നമുക്ക് വളരെ എങ്ങനെയെങ്കിലും ഈ സംഘടന ഇന്ന് കാണുന്ന ഈ ശക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ശക്തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും, ശക്തൻ്റെ പ്രവർത്തനത്തിന്. കാരണം ഈ ജില്ലയെ അറിയാം, ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും അറിയാം. ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ശ്രീ ശക്തൻ. മുൻ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ മാത്രമല്ല, മുൻ DC പ്രസിഡന്റുമാരുണ്ട്, KPCC ഭാരവാഹി, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഞങ്ങൾ ശ്രീ ശക്തന്റെ പ്രവർത്തനത്തിന് എല്ലാവിധമായ പിന്തുണയും നൽകും. അത്രയും അല്ല, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് KPCC ഒരു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാൻ അതാണ് പറഞ്ഞത്. അതാണ് പിന്നീട് പുറത്തുവരികയും ചെയ്യുന്നത്. ഇതിന് പിന്നെ ഒരു ഗൂഢാലോചന നടന്നത് താങ്കളെ മാറ്റണമെന്ന് നേരത്തെ ചില പ്രവർത്തകർക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന നിലവിൽ കാണുന്നു. ഞാൻ ഒരു 55 വർഷം കൊണ്ട് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ആരെങ്കിലും ഗൂഢാലോചന കൂടിയിട്ടാണ് ഓരോ പ്രവർത്തകനോട് പ്രവർത്തകനല്ല, ബ്ലോക്കിന്റെ സെക്രട്ടറിയാണ്. ബ്ലോക്കിന്റെ സെക്രട്ടറിയോടാണ് DC പ്രസിഡന്റ് സംസാരിക്കുന്നത്. അത് ചോർന്നത് എങ്ങനെ? ആ ചോർന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളാണ്. സ്വാഭാവികമായും അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളതല്ല. അത് പാർട്ടി അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടി അന്വേഷിക്കും. ആ പാർട്ടി അന്വേഷിക്കുന്ന ഫൈൻഡിങ്സ് എന്താണോ അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരായതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നത്. ഞങ്ങൾ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവരാണ്. താങ്ക് യു വെരി മച്ച്. ഇന്നലെ ചാനലുകാരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞില്ല, സോറി. സാധാരണക്കാരായ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തുകൊണ്ട് തന്നെ മാറ്റി എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾക്കൊന്നും ആ രീതിയിൽ വിമർശനാത്മകമായി സംസാരിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.